അങ്ങനെ കപ്പഡോക്കയിലെ റെഡ് ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള 6ാമത് സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഡിഫറൻറ്റ് വാലി അല്ലെങ്കിൽ ഇമാജിനേഷൻ വാലി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സ്ഥലം ഫോട്ടോ എടുക്കുന്നതിന് വളരെ പ്രശസ്തമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ കാഴ്ച അതിമനോഹരം തന്നെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ മഞ്ഞ് വീഴുന്നതിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ മഞ്ഞ് ഒഴുകിപ്പോയതിൻ്റെ ഭാഗമായിട്ടും രൂപപ്പെട്ടിട്ടുള്ള രൂപങ്ങളാണ് ഈ കാണുന്നത്. ഇത് നമ്മളൊരു വീഡിയോയിലും ഫോട്ടോയിലൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഭംഗി വളരെ മനോഹരമായിട്ട് തന്നെ കാണാൻ പറ്റുന്നു. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നതും ഒക്കെ കാണുന്നത്. വളരെ മനോഹരമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ വൈകുന്നേര സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു നേർത്ത തണുത്ത കാറ്റൊക്കെ അടിക്കുന്ന ഒരു ഇതാണ്. വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. അങ്ങനെ ഇവിടെ കുറച്ച് മേളിലേക്ക് കയറിയിട്ടാണ് നമ്മൾ ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതെങ്കിലും അതിമനോഹരമായിട്ടുള്ള വീഡിയോസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അടുത്ത അവസാനത്തെ സ്ഥലത്തേക്ക് പോവുകയാണ്. 7ാമതാണ്. അത് യുനെസ്കോയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഗൊറാമെ ഓപ്പൺ എയർ മ്യൂസിയം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പണ്ട് കാലത്ത് ഒരു ദേവാലയമോ അല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനാ കേന്ദ്രമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഒരു മാറ്റം വന്നതിന് ശേഷം പലതും ഇവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുള്ള അവശിഷ്ടങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം പള്ളിയുടെ അവശിഷ്ടങ്ങളാണെന്നുണ്ടെങ്കിലും പ്രാർത്ഥന ചെയ്തപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ടോ അത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് യുനെസ്കോയുടെ നേതൃത്വത്തിൽ അത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എൻട്രി ഫീസ് വെച്ചിട്ടാണ് നമുക്ക് ടൂറിസ്റ്റിനൊക്കെ കയറാൻ പറ്റുന്നത്. 20 യൂറോയോളമാണ് ഇവിടെ ചാർജ് വരുന്നത്. നമ്മൾ ഈ റെഡ് ടൂറിൻ്റെ ഭാഗമായി എടുത്തതുകൊണ്ട് തന്നെ അതെല്ലാം ഈ പാക്കേജിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് വളരെ മനോഹരമുള്ള കാഴ്ചയാണ് ഈ കാണുന്നതെല്ലാം തന്നെ. അങ്ങനെ പ്രാചീന കാലത്ത് ദേവാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല ആചാരങ്ങളും നടന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെയൊക്കെ മനുഷ്യൻ ഇത്രയും തണുപ്പിനെ അതിജീവിച്ച് ഇവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് വളരെ അതിശയത്തോടു കൂടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. നമ്മളങ്ങനെ റെഡ് ടൂർ ഇവിടത്തോടെ അവസാനിക്കുകയാണ്. കപ്പഡോക്കയിലെ അടുത്ത വിശേഷങ്ങളെല്ലാമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.